ഹായ് ഫ്രണ്ട്സ്, സാപ്പിടി മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഒരു സീരീസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഒരു ആക്ഷൻ ത്രില്ലർ, സ്പൈ ത്രില്ലർ, കോമഡി, റൊമാൻറ്റിക് വിഭാഗത്തിലൊക്കെ പെടുത്താവുന്ന ഒരു സീരീസാണ്. 8 എപ്പിസോഡുകൾ അടങ്ങുന്ന ഒരു സീരീസാണ്. ഒരുപാട് പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ഒരു സീരീസായിരുന്നു. സീരീസിൻ്റെ പ്ലോട്ട് എന്താണെന്ന് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ രണ്ടുപേര് പിന്നെ സ്പൈ ഏജൻസ് ആയിരിക്കും. ഭാര്യയും ഭർത്താവുമായിട്ട് അഭിനയിക്കുന്നവരായിരിക്കും. അപ്പോൾ പിന്നെ അവർക്ക് ഓരോ ദിവസം ഓരോ മിഷൻ വരികയാണ്. അപ്പോൾ അതാണ് ഈ ഒരു സീരീസിൻ്റെ പ്ലോട്ട് എന്ന് പറയുന്നത്. 8 എപ്പിസോഡുകളെന്ന ഈ ഒരു സീരീസിൻ്റെ പ്ലോട്ട് എന്ന് പറയുന്നത്. സീരീസിൻ്റെ പേര് വരുന്നത് മിസ്റ്റർ ആൻഡ് മിസ്സസ് സ്മിത്ത് എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. ഒരുപാട് പ്രതീക്ഷയോട് കൂടി കാത്തിരുന്ന ഒരു കാണാനിരുന്ന സീരീസായിരുന്നു. ഒറ്റ ദിവസം കൊണ്ട് കണ്ടു തീർത്ത ഒരു സീരീസാണ്. ഇന്നലെ ഞായറാഴ്ച ഒറ്റയിരുപ്പിന് കണ്ടു തീർത്ത ഒരു സീരീസായിരുന്നു. ഒറ്റയിരുപ്പിന് കണ്ടു തീർത്ത് പറഞ്ഞാൽ ഒരു സീരീസോ സിനിമയോ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് തീർക്കാതെ നമുക്കൊരു എന്താ പറയുക, തൃപ്തി ഉണ്ടാവില്ല. അത് മോശമാണെങ്കിലും നല്ലതാണെങ്കിലും മോശമാണെങ്കിലും ഒക്കെ അത് കംപ്ലീറ്റ് ആക്കാതെ നമുക്കൊരു എന്താ പറയുക, ഒരു തൃപ്തി കിട്ടില്ല. അതുകൊണ്ട് കണ്ടു തീർത്തൊരു സീരീസാണ് മിസ്റ്റർ ആൻഡ് മിസ്സസ് സ്മിത്ത് എന്ന ഈ ഒരു സീരീസ്. അപ്പോൾ ഈ ഒരു സീരീസ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കഴിഞ്ഞാൽ, ഞാൻ 2005 റിലീസ് ചെയ്ത ആഞ്ചലീന ജോളിയും ബ്രാഡ് പിറ്റൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത മിസ് സ്മിത്ത് എന്ന ഈ ഒരു സിനിമ സൂപ്പർ സിനിമയായിരുന്നു, കിടിലൻ സിനിമയായിരുന്നു. ആ ഒരു പ്രതീക്ഷയിലായിരുന്നു ഈ ഒരു സീരീസ് ഞാൻ കാണാനിരുന്നത്. വളരെ നിരാശയായിരുന്നു ഈ ഒരു സീരീസ് സമ്മാനിച്ചതെന്നുള്ളതാണ്. മൊത്തം 7 മണിക്കൂറുണ്ട് ഈ സീരീസ്. 8 എപ്പിസോഡുകൾ, മൊത്തം 7 മണിക്കൂറിൻ്റെ അടുത്തുണ്ട് സീരീസ് വരുന്നത്. അപ്പോൾ ഈ ഒരു സീരീസ് കണ്ടു തീർത്ത, സത്യം പറയുകയാണെങ്കിൽ എനിക്കെന്തെങ്കിലും അവാർഡ് തരണം. ആദ്യത്തെ 1-2 എപ്പിസോഡുകളൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ അങ്ങോട്ട് മൂക്ക് കുത്തി താഴെ വീഴുന്നതാണ് കണ്ടത്. 4ാമത്തെ എപ്പിസോഡൊക്കെ ശരിക്കും 5ാമത്തെ എപ്പിസോഡ് കൃത്യമായിട്ട് ഓർമ്മയില്ല. എപ്പിസോഡുകളൊക്കെ വെറും നമ്മൾ എന്തെങ്കിലുമൊക്കെ മിഷനും ഇവരെന്തിനാണ് ഈ മിഷൻ ചെയ്യുന്നത്, ഈ മിഷനൊക്കെ എന്തിനാണ് പിന്നെ ഓരോരുത്തർ രക്ഷിക്കുന്നു, അതൊക്കെ എന്തിനാണ് ഇവർ ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിൽ പറയുന്നില്ല. ഇവരുടെ രണ്ടുപേരുടെ ആ ഒരു ലൈഫ് എന്താണ്, ഇവരുടെ രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു റൊമാൻസ്, പിന്നെ ആ ബോണ്ട് എങ്ങനെയാണ്, ഇവർ തമ്മിലുള്ള ആ ഒരു സംഭവങ്ങളാണ് സിനിമയിൽ അതിനാണ് പ്രാധാന്യം കൊടുത്തത്. അതിന് പ്രാധാന്യം കൊടുത്തിട്ടായിരുന്നെങ്കിലും കുറച്ചുകൂടി പിന്നെ എൻഗേജിങ് ആയിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നെങ്കിൽ നന്നായിരുന്നു തോന്നി. ആകെ മൊത്തത്തിൽ ഷോക്കായിരുന്നു ഈ ഒരു സീരീസ്. ആമസോൺ പ്രൈമിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. മലയാളം അടക്കമുള്ള എല്ലാ ഭാഷയിലും അവൈലബിൾ ആണ്. ഡബ്ബിങ്ങും കാര്യങ്ങളൊന്നും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇവരുടെ പെർഫോമൻസ് ഒന്നും എനിക്ക് അത്രയും അങ്ങോട്ട് എന്താ പറയുക, മൊത്തം നിരാശയായിരുന്നു ഫലം. ഈ ഒരു സീരീസ് 8 എപ്പിസോഡുകളാണുള്ളത്. ഈ ഒരു സീരീസിന് ക്ലൈമാക്സ് ഒക്കെ എന്തിനോ വേണ്ടി ഉള്ള ക്ലൈമാക്സ് പോലെയൊക്കെ തോന്നി. ക്ലൈമാക്സ് ഒന്നും മനസ്സിലായില്ല, എന്താ ഒരു ചെയ്യുന്നത്, ഒന്നും ഒരു ഇതുമില്ലാത്തൊരു സീരീസായിപ്പോയി. ഈ അടുത്ത കാലത്തൊന്നും പല സീരീസുകളും കണ്ടിട്ടുണ്ട്. ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും നിരാശപ്പെടുത്തിയ സീരീസുകളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ ഒരു സീരീസ് വല്ലാത്തൊരു സീരീസായി. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർബന്ധമായിട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. മിസ് സ്മിത്ത് എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. അപ്പോൾ ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. കണ്ടു നോക്കുക. കാണാൻ താല്പര്യമുള്ളവർ കണ്ടു നോക്കുക. ഞാൻ സജസ്റ്റ് ചെയ്യില്ല. കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് ഈ ഒരു സീരീസിനെ കുറിച്ചുള്ള എൻ്റെ ഒപ്പീനിയൻ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും